നിന്റെ ആഹാരത്തിന് വേണ്ടി ദുനിയാവ് സ്നേഹിച്ച വാപ്പിനെയൊന്നല്ല. കാരണം നിന്റെ ആഹാരത്തിന്റെ ഒരു വാക്ക്, മോനെ എനിക്ക് സ്വർഗം വേണ്ട മോനെ, എനിക്ക് പടച്ചോന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട മോളെ എന്നൊരു വർത്താനം വാപ്പയും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ത്യാഗം എനിക്ക് വേണ്ടിയിട്ട് ഒരു ചെയ്തത് എനിക്ക് അറിയൂല മറേ. ഒരു നിസ്കാരത്തിന് അവരെന്നെ കൊണ്ടുപോയിട്ടില്ല. ഒരു ജമാഅത്തിന്റെ പ്രാധാന്യത്തിലോട് അവരെന്നെ കൂട്ടിപ്പിടിച്ചിട്ടില്ല. ഒരു ഖുർആനിന്റെ ആയത്തോടാൻ വേണ്ടി എന്നോട് മത്സര ബുദ്ധിയോടെ പെരുമാറിയ ഒരു വാപ്പനെയും എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അത് ഓതിയിട്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറയുന്നു. അതിന്റെ അല്ലാത്ത കാര്യത്തിന്, കാലൊക്കെ വെറുക്കാത്തതിന്, ഈത്തപ്പനക്ക് വളമിടാത്തതിന്, ഈത്തപ്പന വളച്ചു കെട്ടാത്തതിന്, ഇതിനൊക്കെ എന്നെ ദേഷ്യം പിടിക്കും, എന്നോട് ചൂടാവും, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷെ എന്റെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരായത്തോടാൻ, ഒരു സുന്നത്ത് സ്കരിക്കാൻ എന്റെ വാപ്പയും എന്നോട് പറഞ്ഞിട്ടില്ല പറയും. ഉമറടക്കം മുഴുവൻ സഹാബാക്കളും കരയാൻ തുടങ്ങി. നാളെ ഇതേ ചോദ്യം എന്നോടും നിങ്ങളോടും പടച്ചോന്റെ കോടതിയിൽ മക്കൾ ചോദിക്കുന്നത് മനസ്സിലുണ്ടാവും. ആ തിരിച്ചറിവാണ് മനുഷ്യരെ ഇന്നത്തെ ജനറേഷനെ രക്ഷപ്പെടുത്താനുള്ള വഴി. അല്ലാണ്ട് ഒരു വഴിയില്ല. അള്ളാഹുവിന്റെ അരികിൽ നിന്നും റബ്ബേൽപ്പിച്ചു തന്ന വഴി നമ്മളിലൂടെ നമ്മുടെ മക്കളിലേക്ക് പടർന്നാൽ നാളെ പടച്ചോന്റെ മക്കൾ പറയുന്ന പരാതിയേക്കാൾ അള്ളാഹു നമ്മളെ ബഹുമാനിക്കും. കാരണം പടച്ചോന്റെ അടുത്ത് മക്കൾ പറയുന്ന പരാതിയെ പറ്റി വിശദീകരിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്. ചില മക്കൾ റബ്ബിനോട് പറയും, നാദാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ? അത് ഈ ഉമ്മന്റെയും വാപ്പന്റെയും മക്കളായി ജനിച്ചു പോയതാണ്. പടച്ചോൻ പേടിയുള്ള ഒരു വാപ്പയമ്മയായിരുന്നെങ്കിൽ ഈ ഗതികേടിന് ഞങ്ങൾ എത്തൂലായിരുന്നു റബ്ബേ. അപമാന ഭാരം കൊണ്ട് വിരല് കടിച്ചു നിൽക്കുന്ന വാപ്പന്റെയും എന്റെയും മുഖത്ത് നോക്കിയിട്ട് പിന്നെ മക്കൾ പറയും, സാധുക്കളാ റബ്ബേ, കുറെ നയിച്ചുണ്ടാക്കി എനിക്ക് ബാക്കി വെച്ചിട്ടാ പോയത് എന്നല്ല. എന്റെ ആഹാരം നഷ്ടപ്പെടുത്തിയ ഈ രണ്ടുപേരെയും കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ ചവിട്ടി അരക്കിയായിരുന്നു റബ്ബേ ഞാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ എത്തും? നമ്മുടെ കുടുംബം എവിടെ എത്തും? ഞാൻ ഈ ഇരിക്കുന്ന നിങ്ങളെ ഒന്നും ആക്ഷേപിക്കല്ല, ഞാൻ അത്ഭുതപ്പെടുക. ഞാൻ ഇതുവരെ പോയ പള്ളിയേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരി കൂട്ടത്തിലുണ്ട്, കുട്ടികളുണ്ട്. കോഴിക്കോട് നിന്ന് ഞാൻ ഒരിക്കലും ഒരു പ്രസംഗത്തിന് പോകുമ്പോ എന്റെ നാട്ടിൽ നിന്ന് ഞാൻ ഏകദേശം ബട്ട് റോഡ് എടുത്താൻ എടുത്തത് അരമണിക്കൂറാണ്, 23 കിലോമീറ്റർ. ബട്ട് റോഡ് നിന്ന് കോതിപ്പാലത്തെത്താൻ ഞാൻ എടുത്തത് 3/4 മണിക്കൂറാണ്. കാരണം നോമ്പ് തുറന്നിട്ട് പരകമായ മനുഷ്യന്മാര് തിന്നാൻ ഓണടിച്ചാലും മാറി തരില്ല. അതിന്റെ പേരൊക്കെ ഭയങ്കര രസങ്ങൾ നോക്കാൻ മനുഷ്യന്റെ ആമാശയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതിൽ ഡോക്ടർമാരുണ്ടാവാം, എന്നാലും ഞാൻ പറയാം, കേരളത്തിലെ 3 കോഴിക്കോട് ജില്ലയിലെ 3 സ്ഥാപനങ്ങളിൽ യൂറോപ്യൻ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തു. അത്രയേറെ ആമാശയ വൃക്ക രോഗികൾ നമ്മൾക്കിടയിൽ കൂടുന്നു. ലിസ്റ്റിൽ 1ാമത്തെ വേട്ടാളൻ, 2ാമത്തെ കാട്ടാളൻ, 3ാമത്തെ പൊട്ടിത്തെറിച്ച്, 4ാമത്തത് ഹൃദയം കലക്കി, 5ാമത്തത് ഉദരം കലക്കി, വാരി തിന്ന മനുഷ്യന്മാര്. എന്നിട്ട് നമ്മൾ പറയുന്ന കുറ്റ കാലം അങ്ങനത്തേതായിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ പകരം ആ തിരിച്ചറിവോടുകൂടി അള്ളാന്റെ അരിത്തേക്ക് ചേർന്നിക്കാൻ പറ്റണം. നാളെ പടച്ചോന്റെ അടുത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന മക്കളുടെ കൈകളിൽ നിന്നും നാവുകളിൽ നിന്നും നല്ലൊരു പ്രാർത്ഥനയോടെ തിരിച്ചു പോകാൻ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച അള്ള തരുന്ന. സഹാബത്ത് ചോദിച്ചു, നബിയെ മക്കള് നന്നാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കോ? നബി പറഞ്ഞു, ഞാനല്ല പ്രാർത്ഥിക്കേണ്ടി, നിങ്ങൾ പ്രാർത്ഥിക്കണം. പള്ളിയിൽ ഉസ്താദിനോട് വെച്ചല്ല പറയേണ്ടി, 2 കൈയും നെട്ടിട്ട് പടച്ചോനോട് പറയണം, എന്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു വാപ്പയാവാണ് റബ്ബേ, ഉമ്മയാവാണ് റബ്ബേ. ഞാൻ ആഗ്രഹിച്ച മക്കളെ എനിക്ക് തിരിച്ചു തരണം. ദുനിയാവിൽ അവർ പട്ടിണി കിടന്നാലും ഞാൻ കരയൂല. ആഖിറത്തിൽ എന്റെ മുൻപിൽ തീയിപ്പെട്ടാ ഞാൻ കരയും. ആ പ്രാണന്റെ പ്രാർത്ഥന ഒരു വാപ്പയും നടത്തിയ അത് മക്കൾക്കും കിട്ടും, അത് മക്കൾ നടത്തിയ വാപ്പക്കും മക്കും കിട്ടും. അതിന്റെ വീട്ടിലും നമ്മക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, എവിടെയപ്പം മരിച്ചാ മയ്യത്ത് സ്കരിക്കാൻ നിൽക്കേണ്ടതെന്ന് പോലും ചിലർക്ക് അറിഞ്ഞൂടാ. നോമ്പിന്റെ കുറച്ചു ദിവസം മുൻപ് ഒരു മയ്യത്ത് പങ്കെടുക്കാൻ പോയി. മരിച്ചതോ എന്റെ അമ്മയാണ്. അത്യാവശ്യം ഡിഗ്രി ഒക്കെ വാങ്ങിയ ഒരു ചെറിയ ചെറുപ്പക്കാരനാ, യൂറോപ്യൻ ഭാഗത്തോടെയോ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടി പറഞ്ഞു, ഇമാമൊക്കെട്ടെ എവിടേക്കോ ഒരു ഏതല്ലേ, എല്ലാവരും കൂടി ഓനപ്പിടിച്ച് ഇമാമർത്തി. അപ്പൊ ഉമ്മന്റെ മയ്യത്ത് 1ാം സഫ് കിട്ടിയിട്ടുണ്ട്. ഓൻ തലഞ്ഞെടുത്തു വരുന്നു. അപ്പൊ കാരണോട് വലിച്ചിങ്ങോട്ട് മാറ്റി. അപ്പൊ തിരിഞ്ഞിട്ട് കാരണോരോട് ചൂടാക്കുക, തല വെടിയാ കാട്ടാറ്. മരിച്ചത് ഉമ്മയാണെങ്കിൽ പെണ്ണാണെങ്കിൽ നടുവിലാ നിൽക്കേണ്ടി മയ്യത്ത് സ്കരിക്കാൻ. അത് അറിഞ്ഞൂടെ സാധൂര്. പിടിച്ച് നടുക്കാക്കിയ കാരണോരോട് ചൂടാകുക, തല എവിടെയാണ്. മരിച്ചത് വാപ്പയാണെങ്കിൽ തലക്ക് ഭാഗത്ത് കാണും, ഉമ്മയാണെങ്കിൽ മധ്യഭാഗത്ത് കാണും. ഇതും അറിഞ്ഞൂടാത്തവരുണ്ട്, ഇപ്പൊ കേൾക്കുന്നവരുണ്ടാവും കൂട്ടത്തിൽ. ഞാൻ ഉറപ്പിച്ചു പറയും. ഇനി വാപ്പാൻ വാങ്ങിയ മക്കളോട് ചോദിക്കണം, ഉമ്മപ്പ മരിച്ച വാപ്പപ്പ മരിച്ച അങ്ങനെ മയ്യത്തോട് കേൾക്കുക. സാധാരണ ഷവറിനോട്ട് കൊണ്ടുവച്ചിട്ട് ഇരുത്തിച്ചിട്ടാ അല്ല, കിടക്കുന്ന ഒരു ഉമ്മാൻ ആദ്യം ഒളിപ്പിക്കണം വാപ്പനെ. എന്നിട്ട് ആദ്യം വെള്ളം ഒഴിക്കേണ്ട ഒരു ഭാഗമുണ്ട്.
അത് എത്ര കപ്പ് വെള്ളം ഒഴിക്കണം ഇസ്ലാമിലുണ്ട്. എങ്ങനെയാണ് മടക്കി കടത്തി വയറ് വൃത്തിയാവുന്ന രീതിയിൽ ഇടത്തെ കയ്യിൽ ശീല ചുറ്റി എങ്ങോട്ട് മടക്കി വെച്ചിട്ടാ വാപ്പാന്റെയും ഉമ്മാന്റെയും വയറ് തടവേണ്ടിയത് ഇസ്ലാമിലുണ്ട്. അവസാനം കുളിപ്പിച്ചിട്ട് ഏത് വെള്ളം ഒഴിക്കണം ഇസ്ലാമിലുണ്ട്. 3 വെള്ളത്തുള്ളിയിൽ ഒരു മുട്ടായി പൊടിയുന്ന മാതിരി തലക്കു ഭാഗത്തേക്കും കാൽ ഭാഗത്തേക്കും കൊണ്ട് തിരിച്ചു കെട്ടാനുള്ള രീതിയിൽ എങ്ങനെ കെട്ടണം ഇസ്ലാമിലുണ്ട്. അത് മരിച്ചെടുക്കുന്ന വാപ്പാന്റെ കെട്ടാൻ നാട്ടിലെ പള്ളിയിലെ സെക്രട്ടറിയുടെയും മൊയ്യാരെയും കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരു ഗതികേട് വന്ന ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ് ആ മക്കളും, ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ് ആ വാപ്പയും. ആ വാപ്പയും ഞാൻ പറഞ്ഞല്ല, ഹബീബുന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മയ്യത്ത് കൊണ്ടുവച്ച് 1ാമത്തെ തക്ബീറിന് ശേഷം 2ാമത്തേന് ശേഷം 3ാമത്തേന് ഒരു പ്രാർത്ഥന ഉണ്ട്. ഹൃദയം തൊട്ട് വാപ്പാന്റെ ആഹ്റം സ്വപ്നം കണ്ട് ഉമ്മാനെ മനസ്സിലാലോചിച്ച് മക്കൾ പറയുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹു മഗ്ഫിർഹു വർഹംഹു വഫീഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു. പടച്ചോനെ, ദുനിയാവിനേക്കാൾ നല്ലൊരു പാർപ്പിടം, ദുനിയാവിനേക്കാൾ നല്ലൊരു കുടുംബം, ദുനിയാവിനേക്കാൾ നല്ലൊരു പ്രവേശം. ഇത് ചോദിക്കുന്നവൻ ആ പ്രാർത്ഥന അക്ഷരത്തെറ്റില്ലാണ്ട് തപ്പിത്തടയാണ്ട് പറയാൻ പറ്റിയ നിങ്ങൾ പുണ്യം ചെയ്ത വാപ്പയും വയ്യ. അവസാനത്തെ ഒരു പ്രാർത്ഥനയെങ്കിലും നല്ലോണം കിട്ടും. അത് ചൊല്ലാൻ അറിഞ്ഞൂടാത്ത മക്കളാണ് അവനാന്റെ വീട്ടിനുള്ളിലുള്ളതെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് പൊരേ ജീവിക്കണം. എന്തിന്? അവനവന്റെ ജീവിതവും കുടുംബവും ആലോചിക്കാൻ. പടച്ചോൻ വെറുതെ തന്നല്ല, അള്ള ദുനിയാക്ക് പറഞ്ഞേച്ചത് ഇവിടെ ആലീസ് മട്ടിലെ കൊട്ടാരങ്ങൾ വെട്ടിപ്പിടിക്കാനും പൈസ ഉണ്ടാക്കാനും അല്ല. ആദം നബീനെ പുറത്താക്കി, നമ്മളൊക്കെ സ്വർഗത്തിലായിരുന്നു വേണ്ട. ആദം നബീനെ പടച്ചോൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് പറഞ്ഞു, ആദമേ, ഇനി നമുക്ക് സ്വർഗത്തിൽ കയറണമെങ്കിൽ ഇന്നനുസരിച്ച് സമാധാനത്തിന് ദുനിയാവിന് ജീവിക്കണം. അങ്ങനെ ആദം നബിക്ക് ശേഷം ജീവിക്കാൻ വന്നവരെ ഞാനും കൂടെ ഒക്കെ ഒരു 10, 60, 70 കൊല്ലം ചെന്ന് കയറേണ്ടത് ഇനി അള്ളാന്റെ അടുത്തേക്ക് തന്നെയാണ്. ഈ അല്പകാലത്ത് പടച്ചോൻ തന്ന കുടുംബം എന്ന മഹാസൗഭാഗ്യത്തെ കൈവിട്ട് ദുനിയാവിൽ എന്തൊക്കെയോ നേടി എന്നുള്ളൊരു അഹങ്കാരത്തിലും സന്തോഷത്തിലുമാണെങ്കിൽ ശ്വാസം നിലയ്ക്കുന്ന അന്ന് മുതൽ നമ്മൾ അറിയും, ഖബർ പുറത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനക്ക് പോലും ശക്തിയില്ല. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആയുസ്സിൽ പടച്ചോന്റെ മണ്ണിനടിയിൽ നമ്മൾ കരയാതിരിക്കാൻ ഈ തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. നല്ല മക്കളായി വരും. ഈ കേരളം പട്ടിണി കിടന്നപ്പോ മുണ്ട് മുറുക്കിയെടുത്ത് ചുരം കയറിയവര്, പാവപ്പെട്ടവന്റെ കുടിലുകളിൽ മലവെള്ളപ്പാച്ചിൽ കയറി വന്നപ്പോ എല്ലാം മറന്ന് രക്തം ദാനം ചെയ്തവരും സഹായിച്ചവരും ഒക്കെയാണ്. പക്ഷേ ദുശക്തികളായ ലിബറലുകൾ, നിരീശ്വരവാദികൾ, ഇവിടെയുള്ള നിരീശ്വരവാദികൾ ഈ മക്കളെ ലക്ഷ്യമെടുക്കുന്നുണ്ട്. അവരുടെ തോന്യാസത്തിന് വേണ്ടി, അവരുടെ ആസ്വാദനത്തിന് വേണ്ടി, അവരുടെ കുത്തഴിഞ്ഞ ജീവിതത്തെ ന്യായീകരിക്കാൻ വേണ്ടി. അതിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നത് ഏത് മീഡിയകളിലൂടെയാണെങ്കിലും, ഏത് പരസ്യക്കാരന്റെ, ഏത് രാഷ്ട്രീയക്കാരന്റെ ചൊൽപ്പടിയിലൂടെയാണെങ്കിലും, ഏത് സിനിമാ നടന്റെ വാക്ക് കേട്ടിട്ടാണെങ്കിലും ശരി, അവനോട് പോയി പണിയൊക്കെ പറയണം. എനിക്ക് എന്റെ ആഹാര വലുത്, എനിക്ക് എന്റെ കുടുംബ വലുത്, എനിക്ക് എന്റെ ജീവിത വലുത്. നാളെ റോഡ് വക്കിൽ മരിച്ചു കിടക്കുന്നവനാണെങ്കിലും, വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ മരിച്ചു കിടക്കുന്നവനാണെങ്കിലും, എന്റെ തലക്കു ഭാഗത്ത് മയ്യത്ത് കാണാൻ വരുന്ന ഒരു മനസ്സോർന്ന് പറയണം, നല്ലൊരു വാപ്പയും നല്ലൊരു മക്കളായിരുന്നു, നല്ലൊരു കുടുംബമായിരുന്നു. അതാ സമ്പാദ്യം, അതാ ഇസ്സത്ത്. അത് നേടാൻ വന്നോല മനുഷ്യരെ ഞാനും കൂടെ ഒക്കെ അത് നേടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളാവാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതിനേക്കാൾ മനോഹരമായ ഫിർദൗസിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥാ, നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇസ്ലാമികപരമായ ഒരു കുടുംബ ജീവിതം നയിക്കാൻ, നീ ആഗ്രഹിക്കുന്ന ഒരു മക്കളായി ഞങ്ങളുടെ മക്കളെ വളർത്താൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. നാഥാ, ചെറുതും വലുതുമായ അസുഖങ്ങൾ ബാധിച്ച് അങ്ങേയറ്റം സങ്കടപ്പെടുന്നവരുണ്ട് റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ അസുഖങ്ങളും നീ എളുപ്പത്തിൽ ശിഫയാക്കി നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر لغزة. നാദാ, പ്രവാസ ലോകമടക്കം പലരും ആശങ്കയിലാണ് റബ്ബേ. എന്താണോ ഏറ്റവും ഹൈറായത്, ആത്യന്തികമായ സമാധാനവും സംരക്ഷണവും നൽകി ഞങ്ങളുടെ സഹോദരങ്ങളെയും രാജ്യങ്ങളെയും നീ ഏറ്റവും നല്ല സമാധാനത്തിലേക്ക് എത്തിക്കണമേ. അവസാനമായി എല്ലാ കൊല്ലവും സൂചിപ്പിക്കുന്ന കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ യത്തീം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് തിരൂരങ്ങാടി യത്തീംഖാന. ഇപ്പോഴും 120-ലധികം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, പെരുന്നാള് ഇതൊക്കെ അവിടെ തന്നെയാണ്. ആ കുട്ടികളുടെ കലക്ഷനാണ് ഇന്ന് ഈ പള്ളിയിൽ നടക്കുന്നത്. ഈ ദിവസം കിട്ടുന്നതാണ് ഈ ഒരു വർഷത്തേക്കുള്ള അവരുടെ കലക്ഷൻ. ഞാൻ അതിന്റെ റിസീവർ ഒന്നുമല്ല, പക്ഷെ അങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് ഞാനും പഠിച്ചത്.
അതുകൊണ്ട് തന്നെ ഞാൻ പങ്കെടുക്കുന്ന എല്ലാ സദസ്സിലും ഞാൻ ആ കുട്ടികളെ പറ്റി പറയാറുണ്ട്. സാധിക്കുന്ന ആളുകൾ സഹകരിക്കുക, അല്ലാത്തവര് പ്രാർത്ഥിക്കുക. വാക്കുകൾ എവിടെയെങ്കിലും അതിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.